ശാന്തി. ഞാൻ സ്വയം തന്നെ കാണുകയാണ്. ഈ ദേഹരൂപീ രഥത്തിൽ സവാരി ചെയ്യുന്ന ഒരു രഥിയാണ് ഞാൻ. ഞാൻ ശക്തിശാലി ആത്മാവാണ്. ഒരു തേരാളിയായി ഈ രഥത്തെ നടത്തിക്കുന്നു. ഈ രഥം എൻ്റെ വശത്തിലാണ്. ഞാൻ ആത്മീയ സേനയുടെ മഹാരഥിയാണ്. ഞാൻ ആത്മീയ യോദ്ധാവാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഞാൻ സുദർശന ചക്രധാരിയാണ്. യുദ്ധസ്ഥലത്തിൽ ഉപസ്ഥിതമായിരിക്കുന്നു. ആത്മീയ യോദ്ധാവായ എന്നിൽ ഒരേ ഒരു ധ്വനി മാത്രമാണ് എനിക്ക് മായാജീതാകണം. 5 വികാരങ്ങളുടെ മേലെ സമ്പൂർണ്ണ വിജയം പ്രാപ്തി ചെയ്യണം. എൻ്റെ ലക്ഷ്യത്തെ സദാ മുന്നിൽ വയ്ക്കുന്നു. ഇപ്പോൾ എൻ്റെ ബുദ്ധിയിൽ യുദ്ധവും വിജയവുമാണ്. മറ്റൊരു സ്മൃതിയുമില്ല. സർവ വ്യക്തികളിൽ നിന്നും വൈഭവങ്ങളിൽ നിന്നും ദൂരെ സദാ ഈ സ്മൃതിയാണ്. ഞാൻ യുദ്ധമൈതാനത്തിലിരിക്കുന്നു. ഞാൻ ആത്മീയ യോദ്ധാവാണ്. സദാ ശസ്ത്രധാരി. സർവശക്തികളുടെ ശസ്ത്രങ്ങളാൽ സുസജ്ജിതമാണ്. ആലസ്യമില്ല, അലസതയില്ല. ഒരിക്കലും ഭയത്തിൻ്റെ വശീഭൂതമല്ല. സദാ നിർഭയനായിരിക്കുന്നു. ഞാൻ ആത്മീയ യോദ്ധാവാണ്. സദാ വിജയിയാകാനുള്ള സ്മൃതി ഉണർത്തുന്നു. വിജയിയാകാനുള്ള ഒരേ ഒരു ലക്ഷ്യമാണ്. സർവസംബന്ധം, സർവപ്രാപ്തിയുടെ ബന്ധനങ്ങളിൽ നിന്നും ബുദ്ധി ഡിറ്റാച്ചാകുന്നു. ഞാൻ സമ്പൂർണ്ണ സ്വതന്ത്രമാണ്. ദേഹബോധത്തിൽ നിന്നും സ്വതന്ത്രമാണ്. എൻ്റെ സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്നും ഫ്രീയാണ്. ബുദ്ധിയുടെ വയർ ഒരു സർവശക്തിവാൻ പരമാത്മാവിനോട് കണക്റ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ ആദ്യ പ്രതിജ്ഞയാണ് ഒരേ ഒരു ബാബ, മറ്റാരുമില്ല. ഇപ്പോൾ ആരുമായും സംബന്ധവും ആകർഷണവുമില്ല. 5 തത്വങ്ങളെയും കണ്ടുകൊണ്ട് അതിൻ്റെ വശത്താകുന്നില്ല. പ്രകൃതിയെ പരിവർത്തനം ചെയ്യുന്ന ആത്മീയ യോദ്ധാവാണ് ഞാൻ. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ പ്രകൃതിയെ വശത്താക്കുന്നു. ഭാവിയിൽ സതോപ്രധാന പ്രകൃതിയുടെ സുഖത്തിൻ്റെ അധികാരിയാകുന്നു. ഓർമ്മയിലൂടെ ഞാൻ സതോപ്രധാനമായി മാറുന്നു. പഠിപ്പിലൂടെ സമ്പാദ്യം ശേഖരിക്കുന്നു. ഞാൻ ഡബിൾ അഹിംസകനാണ്.
ഗുപ്തയോദ്ധാവായി രാവണനിൽ നിന്നും രാജ്യം നേടുന്നു. യോഗബലത്തിലൂടെ വിജയം നേടുന്നു. എൻ്റെ വിജയം നിശ്ചിതമാണ്. കാരണം എൻ്റെ കൂടെ പരംപിത പരമാത്മാവുണ്ട്. മന്മനാഭവ എന്ന മഹാമന്ത്രത്തിലൂടെ രാജധാനി ലഭിക്കുന്നു. ജ്ഞാനസാഗരനായ ബാബ പഠിപ്പിക്കുന്നു. ഞാൻ ആത്മാവ് കേൾക്കുന്നു. ഇത് കേവലം സംഗമയുഗത്തിൽ മാത്രം നടക്കുന്നു. ഞാൻ നല്ല രീതിയിൽ ഓർമ്മിക്കുന്നു. കർമാതീത അവസ്ഥയിലെത്തുമ്പോൾ പവിത്രതയുടെ ശക്തി ഉണ്ടാകുന്നു. സത്യയുഗം മുതൽ ഞാൻ വിയോഗിയായിരുന്നു. ഇപ്പോൾ ബാബയെ ഓർമ്മിച്ച് യോഗിയാകുന്നു. ബാബയ്ക്ക് സമാനമാകുന്നു. യോഗേശ്വരനായ ബാബ യോഗം പഠിപ്പിക്കുന്നു. ഇപ്പോൾ പാർട്ട് പൂർത്തിയാവുകയാണ്. ഈ സംസ്കാരങ്ങളുമായി ഞാൻ ശാന്തിധാമത്തിലേക്ക് പോകുന്നു. ബാബയുടെ പാർട്ട് പൂർത്തിയാവുമ്പോൾ എൻ്റെയും പാർട്ട് പൂർത്തിയാകും. ശേഷം സത്യയുഗത്തിൽ പാർട്ട് അഭിനയിക്കും. ഡ്രാമ അനുസരിച്ച് ഭാരതം കൂടുതൽ തമോപ്രധാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഭാരതത്തിൽ തന്നെയാണ് എൻ്റെ വിജയമുണ്ടാകേണ്ടത്. അയ്യോ അയ്യോ എന്ന നിലവിളിക്ക് ശേഷം ജയാരവമുണ്ടാകുന്നു. ഞാനിപ്പോൾ ഡബിൾ അഹിംസകനാണ്. പരമധർമ്മമായ ദേവീ ദേവതാധർമ്മം അഹിംസയാണ്. ഞാൻ ഗുപ്തമായ യോദ്ധാവാണ്. എല്ലാവർക്കും മന്മനാഭവ എന്ന സന്ദേശം നൽകുന്നു. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുകയും ചെയ്യിക്കുകയും ചെയ്യുന്നു. മറുജീവയായി മാറൂ എന്ന് ഒരേ ഒരു ബാബ മാത്രമാണ് പറയുന്നത്. എൻ്റെ ബുദ്ധിയോഗം പതിമാരുടെയും പതിയായ ശിവനോടാണ്. എനിക്ക് ബാബയുടെ അടുത്തേക്ക് തിരിച്ചു പോകണം. എല്ലാ ആത്മാക്കളും സാകാര ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബാബ എല്ലാവരെയും കൂടെ കൊണ്ടുപോകുന്നു. ഇതാണ് ശിവന്റെ വിവാഹ ഘോഷയാത്ര. ആരാണോ ഓർമ്മയിലിരുന്ന് കർമാതീത അവസ്ഥ പ്രാപ്തമാകുന്നത്, സേവനം ചെയ്യുന്നത്, അവർക്ക് ഏറ്റവും വലിയ പദവി ലഭിക്കുന്നു. ഓർമ്മയിലൂടെ തോണി അക്കരെ എത്തുന്നു. ഞാൻ ഈ സമയത്ത് പൂർണ്ണമായും മറുജീവയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. അന്തിമ വിനാശത്തിൻ്റെ ദൃശ്യം കാണാൻ ധൈര്യവാനായി മാറുന്നു. ഞാൻ ആത്മാവാണെന്ന അഭ്യാസത്തിലൂടെ ശരീരബോധമില്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ബാബ വരദാനം തന്നിരിക്കയാണ്. ദേഹാഭിമാനത്തെ ഇല്ലാതാക്കി ക്രോധമില്ലാത്തവരായി മാറുന്ന വിനയചിത്തരായി ഭവിക്കൂ. ആരെങ്കിലും അപമാനിക്കുമ്പോൾ, ആരെങ്കിലും കള്ളം പറയുമ്പോൾ ക്രോധമുണ്ടാകുന്നു. ഈ പരിതസ്ഥിതിയിൽ വിനയചിത്തരാവൂ എന്ന വരദാനത്തിലൂടെ
അപകാരികൾക്കും ഉപകാരം ചെയ്യുന്നു. മോശമായ വാക്കുകൾ പറയുന്നവരെ ചേർത്തു നിർത്തുന്നു. നിന്ദിക്കുന്നവരെ സത്യമിത്രമായി കാണുന്നു. അപ്പോൾ വിശ്വത്തിനു മുന്നിൽ പ്രസിദ്ധമാകും. ആനന്ദത്തിൻ്റെ അനുഭവം ചെയ്യുന്നതിനായി മായയുടെ അധീനതയെ വിട്ട് സ്വതന്ത്രമാകൂ. ഓം ശാന്തി.